അവരോട് പ്രാർത്ഥിക്കാൻ 3 പേരെ ഒരത്താക്കിയിട്ട് അല്പം മുമ്പോട്ട് ചെന്ന് പിറ്റേ ദിവസം നടക്കാനിരിക്കുന്ന അതികഠിനമായ പീഡാനുഭവവും കുരിശുമരണവും ഓർത്തപ്പോൾ യേശുവിന്റെ ശരീരം മുഴുവൻ രക്തം വിയർത്തു. അതികഠിനമായ പീഡാസഹനം ആരും ആശ്വസിപ്പിക്കാനില്ലല്ലോ എന്ന് കരുതി തിരിഞ്ഞു നോക്കുമ്പോ കൂട്ടുകാരായിട്ട് കൊണ്ടുവന്ന് 3 ശിഷ്യന്മാർ കിടന്ന് ഉറങ്ങുകയാണ്. അവരുടെ അടുത്ത് ചെന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് 1 മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ പറ്റുകയില്ലേ? എന്നിട്ട് ഈശോ വീണ്ടും അല്പം അകലേക്ക് പോയി വീണ്ടും വിലപിക്കുവാനും കരഞ്ഞു പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഈശോ പിതാവിനോട് ചോദിച്ചു, പിതാവേ, ഈ ലോകം മുഴുവന്റെ പാപം ഒരു മനുഷ്യൻ തന്നെ വഹിക്കണമെന്നുണ്ടോ? ലോകം മുഴുവന്റെ പാപം ഞാൻ ഒരാൾ തന്നെ വഹിക്കണമെന്നുണ്ടോ? പിതാവ് ഒരു മാലാഖയെ അയച്ച് യേശുവിനെ ശക്തിപ്പെടുത്തി കുരിശുമരണമോ പീഡാനുഭവമോ മാറ്റിക്കൊടുത്തില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ വീണ്ടും കിടന്ന് ഉറക്കമാണ്. അവരെ എഴുന്നേൽപ്പിച്ചു. അവരോട് പറഞ്ഞു, എന്നെ ഒറ്റപ്പെടുത്തുവാൻ ഉള്ളവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പട്ടാളക്കാരോടും കൂടെ ഈശോയെ അന്വേഷിച്ച് ഒളിഞ്ഞിരിക്കുന്ന യൂദാസിന്റെ കൂടെ വരികയാണ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ സമയം വീക്ഷിക്കുന്നത്. ഉടനെ ഈശോ പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. ഉടനെ അവരെല്ലാം ബോധം കെട്ടു വീണു. ഞാൻ തന്നെ. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശ ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചാൽ ഫറവോയോടും അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനവും എന്നെ ചോദ്യം ചെയ്യും. നിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? ദൈവം പറഞ്ഞു, ഞാൻ ആകുന്നവനാകുന്നു. ഈശോ പടയാളികളോട് പറയുകയാണ്, അയാം അയാം എന്ന് പറഞ്ഞവൻ ഞാൻ തന്നെയാണ്. ഉടനെ അവർ ബോധം കെട്ടു വീണു. ഈശോ അവരെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഒന്നുകൂടെ ചോദിച്ചു, നിങ്ങൾ